വീട്ടിലിപ്പോൾ കിട്ടുന്ന ഐറ്റംസ് എന്താണോ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള മോട്ടിവേഷൻ കയറിയിട്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത്. അപ്പോൾ ചിക്കൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടേനി. അപ്പം കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. അതായത് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാൻ വെക്കാം. പാൻ ചൂടാവുന്നത് വരെ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ. അല്ലാണ്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചടപടയെന്ന് പൊട്ടിപ്പോവും. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ചിക്കൻ ഇടുന്ന മെത്തേഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചിക്കൻ ഇടുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് വേണം. എന്തിനാന്നല്ലേ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റവ് മൊത്തം എണ്ണ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വൃത്തികേടാവുള്ളൂ. അങ്ങനെ വൃത്തികേടായാലേ അമ്മൻ്റെ വായന്ന് എന്തെങ്കിലും കേൾക്കുള്ളൂ. അതും കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. പക്ഷേ കേൾക്കുന്നതിന് മുന്നേ നമ്മളൊരു ട്രൈ ചെയ്യണം. എന്തിനാന്നല്ലേ, അത് കറക്റ്റ് വൃത്തിയായിട്ട് തുറച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഓണർ അറിയാത്ത രീതിയിൽ കറക്റ്റായിട്ട് തുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രൈ ചെയ്യണം. അതിൽ ജയിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഞാൻ ജയിച്ചിട്ടോ, അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു തന്നെ. ദെൻ മയോണൈസ് ഉണ്ടാക്കാനുള്ള മുട്ട, ഗാർലിക്, വിനെഗർ, ഉപ്പ്, എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മയോണൈസ് റെഡിയാക്കിയിട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഐറ്റംസ്, അതായത് ചോപ്പ് ചെയ്ത് വെച്ച ഓനിയൻ, പിന്നെ കക്കിരി, ക്യാരറ്റ്, ദെൻ ലാസ്റ്റ് ആൻഡ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ. അതായത് നമ്മൾ ആദ്യം മാഗ്നേറ്റ് ചെയ്ത് പൊരിച്ച് വെച്ച ചിക്കൻ. ഇനി ഇതൊക്കെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു പാത്രം എടുത്ത് വേഗം വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സിങ് അറിയുമോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നർത്ഥം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഈ എല്ലാ സാധനങ്ങളും എടുത്ത് തട്ടിക്കൊട്ടിയിട്ട് നമുക്ക് ആ മയോണൈസും കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇളക്കി മറിക്കലാണ്. മയോണൈസ് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കുക. നിങ്ങൾക്ക് ഇളക്കി മറിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ടിളക്കുക, ഇങ്ങോട്ടിളക്കുക, അങ്ങോട്ടിളക്കുക, ഇങ്ങോട്ടിളക്കുക, അത് തന്നെ. അപ്പോൾ ലാസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ കിട്ടും. ഇനി ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു മയോണൈസ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും, അല്ലാത്തവർക്ക് വലിയ ഇഷ്ടപ്പെടില്ല. എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമായി.